അപ്പോൾ നിങ്ങൾക്ക് അറിയാം ഒപ്പോയുടെ ഫൈൻഡ് X9S ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ വിവോയുടെ X300S S300S അല്ലേ S300 നമ്മുടെ എന്താ പറയുക FEയും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. S എന്ന് വേണമെങ്കിൽ പറയാം. എന്ന് വെച്ചാൽ ഈ ഒരു S എന്ന് ഉപയോഗിക്കുന്നത് അതിൻ്റെ ലൈറ്റ് വേർഷൻ എന്നാണ്. മറ്റേത് രണ്ടും ലൈറ്റ് വേർഷൻ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഇപ്പോൾ എൻ്റെ ആക്ച്വലി ഇതിൻ്റെ ഒറിജിനൽ സാധനങ്ങൾ ഇപ്പോൾ എൻ്റെ ഇരിക്കുന്നുണ്ട്. ഇപ്പോൾ ഫൈൻഡ് X9 ഇപ്പോൾ അതിൻ്റെ സെക്കൻഡറി ഡിവൈസ് ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇതിപ്പോൾ എൻ്റെ മൂന്നാമത്തെ ഡിവൈസ് ആയിട്ട് ഉപയോഗിക്കുന്നതാണ് X300. രണ്ടും റെഡ് കളറൊക്കെ തന്നെയാണ്. അപ്പോൾ ഈ രണ്ടെണ്ണത്തിനും താഴെ കിടക്കുന്ന മോഡലാണ് ഈ X9Xും അതുപോലെ തന്നെ X300 FE. അപ്പോൾ നിങ്ങൾക്ക് പക്ഷേ നിങ്ങൾ ഇപ്പോൾ പ്രൈസ് നോക്കിക്കഴിഞ്ഞാൽ അതിന് 79,999 ആണ് രണ്ടെണ്ണത്തിനും ലോഞ്ചിങ് പ്രൈസ് വന്നത്. അതായത് 50,000 രൂപ കാർഡ് ഡിസ്കൗണ്ട് ഒന്നും ഇല്ലാണ്ട് തന്നെ. ഈ സാധനം പക്ഷേ ലോഞ്ച് ആയിട്ടുണ്ടാകുന്നത് 75,999 ആയിരുന്നു. അപ്പോൾ ഇതിനായിട്ടും പ്രൈസ് കുറഞ്ഞിട്ടാണ് ഇപ്പോൾ ആക്ച്വലി ഒഫീഷ്യലി ഒരു കൺഫർമേഷൻ വന്നിട്ടുണ്ട്. നമ്മുടെ ഒപ്പോൻ്റെ ഫൈൻഡ് X9 10,000 രൂപ കൂടിയിട്ടുണ്ട്. അതായത് മറ്റേ ഓൾറെഡി ഞാൻ പറഞ്ഞു ഇനി വിവോൻ്റെ X300 പക്ഷേ വിവോൻ്റെ ഈ രണ്ട് മോഡലും ഇപ്പോൾ അവൈലബിൾ ഉണ്ടാക്കുക കിട്ടുന്നില്ല. സ്റ്റോക്ക് ഔട്ടാണ്. പുതിയ എന്താ പറയുക ഞാൻ ആക്ച്വലി ഇവരായിട്ട് കമ്പനിയായിട്ട് നമ്മുടെ വിവോ ഇന്ത്യ ആയിട്ടും അതുപോലെ തന്നെ ഒപ്പോ ഇന്ത്യ ആയിട്ടും ഞാൻ ഒന്ന് ട്വീറ്റ് ചെയ്ത് നോക്കിയിരുന്നു. അപ്പോൾ അവർ പറഞ്ഞേക്കുന്നത് കുറേ പേര് ഇപ്പോൾ ന്യൂസ് വരുന്നുണ്ട്. എന്ന് വെച്ചാൽ വിവോ X300 നിർത്താൻ പോവാണ് എന്തെങ്കിലും പറഞ്ഞിട്ട് നിർത്താൻ പോകാന്നല്ലാതെ പറഞ്ഞേക്കുന്നത്. ഇപ്പോൾ തൽക്കാലത്തേക്ക് എന്താ പറയുക ഔട്ട് ഓഫ് സ്റ്റോക്കാണ് സാധനം. പുതിയ എന്താ പറയുക മോഡൽസ് ഒന്നും വന്നിട്ടില്ല എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ മിക്കവാറും മിക്ക ഷോപ്പിലും ഇനി അല്ലെങ്കിൽ ഓൺലൈനിൽ തന്നെ ഈ സ്റ്റോക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് നിർത്തിയിട്ടൊന്നുമില്ല. ഫൈൻഡ് X9 ആയാലും ഇപ്പോൾ കിട്ടുന്നില്ല. ഇപ്പോൾ ഫ്ലിപ്കാർട്ടിലടക്കം ഔട്ട് ഓഫ് സ്റ്റോക്കാണ്. നിങ്ങൾ ഷോപ്പിൽ പോയി ചോദിച്ചാലും ഔട്ട് ഓഫ് സ്റ്റോക്കാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് കുഴപ്പങ്ങളുണ്ട്. ഇപ്പോൾ എനിക്ക് തോന്നുന്ന മിക്കവാറും അത് അവർ കൽപ്പിച്ച് കൂട്ടി ഈ X9S വേർഷൻ അല്ലെങ്കിൽ FE വേർഷൻ ചിലവാനുള്ള ഒരു പരിപാടി ചെയ്തേക്കുന്നതായിരിക്കും. എന്ന് വെച്ചാൽ പ്രൈസ് അങ്ങോട്ട് മാച്ച് ആവുന്നില്ലല്ലോ. ബാക്കി എല്ലാ കമ്പനിക്കാരും പ്രൈസ് ഒക്കെ കൂട്ടി. ലോഞ്ചായ ഫോണടക്കം പ്രൈസ് കൂടി. ഇപ്പോൾ നോട്ട് 6ൻ്റെ ഇന്നലെ മിനിഞ്ഞാന്ന് കൂടിയിട്ടുണ്ട്. എല്ലാ ഫോണുകളുടെയും പ്രൈസ് കൂട്ടും. അത് ഉറപ്പാണ്. വാങ്ങിക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ കൂടിയിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ വാങ്ങിക്കായിരിക്കും. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ മിക്ക എല്ലാത്തിൻ്റെയും ഫോണിൻ്റെ പ്രൈസ് കൂടി. അപ്പോൾ ഇത് വാങ്ങിക്കുന്നത് ബെറ്റർ ആണോ അതോ ഈ രണ്ടെണ്ണം വാങ്ങിക്കുന്നതാണ് ബെറ്റർ എന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഇതാണ് ബെറ്റർ ഫൈൻഡ് X9 അല്ലെങ്കിൽ വിവോ X300. പക്ഷെ അതൊക്കെ ഇപ്പോൾ കിട്ടാനില്ല. അപ്പോൾ അങ്ങനെ കുറച്ച് കുഴപ്പങ്ങളുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ ജസ്റ്റ് നമ്മുടെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയത് നമ്മുടെ X9S ആണല്ലോ. X9Sൻ്റെ ജസ്റ്റ് ഞാനൊന്നൊരു എന്താ പറയുക സ്പെസിഫിക്കേഷൻ കമ്പാരിസൺ ഞാൻ കാണിച്ചു തരാം. നമ്മുടെ നോർമൽ ഡിഫോൾട്ട് ആയിട്ടുള്ള X9 ആയിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് മെയിൻ ചേഞ്ചസ് വന്നേക്കുന്നത് പ്രൊസസ്സറിലാണ്. മീഡിയാടെക്കിൻ്റെ ഡയമൻസിറ്റി 9500S എന്ന് പറഞ്ഞ മോഡലാണ് നമ്മുടെ ഫൈൻഡ് X9S വന്നേക്കുന്നത്. ഇതിൽ 9500 ആണ് വന്നേക്കുന്നത്. പിന്നെ നമ്മുടെ Type-C 2.2 ആണ് മൊത്തത്തിൽ വന്നേക്കുന്നത്. ഇതിൽ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള 3 ആണ് വന്നേക്കുന്നത്. പിന്നെ ക്യാമറ 50 മെഗാ പിക്സൽ തന്നെയാണ്. പക്ഷേ അതിൻ്റെ സെൻസർ ഡിഫറൻസ് വന്നിട്ടുണ്ട്. സെൽഫി ക്യാമറ 32 ആണ് വന്നേക്കുന്നത്. പിന്നെ ചേഞ്ചസ് വന്നേക്കുന്നത് ഡിസ്പ്ലേയിൽ ചെറിയ ചേഞ്ചസ് ഉണ്ട് കേട്ടോ. പിന്നെ കോർണിംഗുള്ള 7i ആണ് രണ്ടെണ്ണത്തിലും പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. അത് സെയിം ഒക്കെ തന്നെയാണ്. പിന്നെ മെയിൻ ആയിട്ടുള്ള ചേഞ്ചസ് ഒന്നുമില്ല. നമ്മുടെ ഡിസ്പ്ലേ ആയാലും നിങ്ങളിപ്പോൾ ആക്ച്വലി ഇതിൻ്റെ നോർമൽ വേർഷൻ തന്നെ രണ്ടെണ്ണം കമ്പയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിസ്പ്ലേക്ക് ഏറ്റവും ബെസൽ കുറവ് നമ്മുടെ വിവോനാട്ടും ബെസൽ കുറവ് നമ്മുടെ എന്താ പറയുക ഫൈൻഡ് X9 ആണ് കേട്ടോ. ഒപ്പോനാണ്. അതുപോലെ തന്നെയാണ് വിവോൻ്റെ X300 FEനാട്ടും ഡിസ്പ്ലേ ബെസൽ കുറവ് ഫൈൻഡ് X9X തന്നെയാണ്. ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നത് ആ ബെസലും കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് നമ്മുടെ ഈ ഡിഫോൾട്ട് ആയിട്ടുള്ള ഇതിൻ്റെ അതേ സംഭവം എന്നൊക്കെ തന്നെയാണ് വന്നേക്കുന്നത്. പിന്നെ പ്രൊസസ്സറാണ് ഡൗൺലോഡ് വന്നേക്കുന്നത്. X300 FEയിൽ വന്നേക്കുന്നത് സ്നാപ്ഡ്രാഗൺ 8 Gen 5 ആണ് വന്നേക്കുന്നത്. നമ്മുടെ മോട്ടറോള സിഗ്നേച്ചറൊക്കെ നമുക്ക് 55 രൂപ ആ റേഞ്ചിലൊക്കെ കിട്ടുന്ന ഫോണാണ്. പക്ഷേ ഇതിന് നമുക്ക് 79,000 രൂപയാണ് ആ പ്രൊസസ്സർ വെച്ചിട്ട് വന്നേക്കുന്നത്. അപ്പോൾ അവിടെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. പിന്നെ ഓവറോൾ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും വന്നിട്ടുണ്ട്. അപ്പോൾ മെയിനായിട്ട് അവിടെ ഡൗൺലോഡ് ചെയ്തേക്കുന്നത് നമ്മുടെ പ്രൊസസ്സറാണ്. പിന്നെ Type-C ബാക്കിയൊക്കെ ഓൾമോസ്റ്റ് എല്ലാം കുഴപ്പമില്ല. പിന്നെ കളർ ഡിഫറൻസ് വന്നിട്ടുണ്ട്. പിന്നെ ഒപ്പോന് ഒരു ഗുണം ഉണ്ടെന്ന് അറിയാം. നമുക്കിതിൽ PD/PPS ചാർജിങ് കൂടുതൽ 55 വാട്ട് വരെ സപ്പോർട്ട് ഉണ്ട്. നമ്മുടെ വിവോയിലൊക്കെ നോർമലി 30 വാട്ടൊക്കെ നമുക്ക് PD/PPS ചാർജ് സപ്പോർട്ട് ഉണ്ട്. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ എക്സാമ്പിളായിട്ട് നിങ്ങളിൽ മൾട്ടിപ്പിൾ ഫോണുകളുണ്ട്. ഇപ്പോൾ സാംസങ് ആപ്പിൾ അങ്ങനത്തെ ഫോണിലൊക്കെ നിങ്ങൾ ഓൾറെഡി ഒരു ചാർജർ ഉപയോഗിക്കുന്നുണ്ട് PDയുടെ നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ആ ചാർജർ മാത്രം നിങ്ങൾ കൊണ്ടുപോയാൽ മതി. അതുകൊണ്ട് നമുക്ക് ഈ ഒപ്പോനും ചാർജ് ചെയ്യാൻ പറ്റും, വിവോനും ചാർജ് ചെയ്യാം. പക്ഷേ വിവോന് കുറച്ചൊരു സ്പീഡ് കുറവാണ്, 30 വാട്ടേക്ക് വരുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഇവരുടെ എന്താ പറയുക കോമ്പാറ്റബിൾ ആയിട്ടുള്ള വിവോയുടെ അല്ലെങ്കിൽ ഒപ്പോൻ്റെ ചാർജർ കൊണ്ടുപോകണം. ഇതിനാകുമ്പോൾ നമുക്ക് 80 വാട്ട് തന്നെയാണ് വരുന്നത്. അതിനാകുമ്പോൾ എനിക്ക് തോന്നുന്നു 90 വാട്ട് വരുന്നുണ്ട് X300. അപ്പോൾ അത്രയ്ക്കാണ് ഡിഫറൻസ് വന്നിരിക്കുന്നത്. അപ്പോൾ ശരിക്കും ആക്ച്വലി ഈ X9Sഉം അതുപോലെ തന്നെ വിവോ X300 FEയും ഈ പ്രൈസിന് ജസ്റ്റിഫൈഡ് അല്ല. ഇപ്പം നിങ്ങൾക്ക് ശരിക്കും നിങ്ങൾക്ക് സെക്കൻഡറി ആയിട്ട് ഇപ്പോൾ എന്താ പറയുക
ഇപ്പോൾ സെക്കൻഡ് ഫോണായിട്ട് 1 മാസം ഓൾഡ് ആയിട്ടുള്ള X9 അല്ലെങ്കിൽ Vivo X3 ഒക്കെ കിട്ടുകയാണെങ്കിൽ അത് വാങ്ങിയായിരിക്കും നല്ലത് ഈ പ്രൈസിന് കേട്ടോ. എന്ന് വെച്ചാൽ ഇതിനായിട്ടും പ്രൈസ് കുറഞ്ഞ് കിട്ടും. പക്ഷേ 75,000 രൂപയ്ക്കും 76 രൂപയ്ക്കും X9s ഒന്നും തീരെ റെക്കമെൻഡബിൾ അല്ല. Vivo X300 FE ആയാലും X300 FE നിങ്ങൾ ക്യാമറ കമ്പാരിസൺ ചെയ്യുമ്പോൾ അതിൽ നമുക്ക് 50-50-8 വരുന്നത്. X9s 50-50-50 കറക്റ്റ് 50 വരുന്നുണ്ട്. പിന്നെ വിവോന്റെ കുറച്ച് പോർട്രേറ്റ്സിലപ്പോൾ കുറേ പേര് ഞാൻ റിവ്യൂലൊക്കെ കണ്ടു, പോർട്രേറ്റ്സ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട്, അതായത് പ്രത്യേകിച്ച് നമ്മുടെ ഈ കളറ് കറക്റ്റായിട്ട് എടുക്കുന്നത് ഓപ്പോൻ്റെലാണ് കേട്ടോ. പിന്നെ സെൽഫിയിൽ എന്തായാലും വിവോ തന്നെയാണ് ബെറ്റർ, അത് നിങ്ങൾക്ക് അറിയായിരിക്കും. പിന്നെ ക്യാമറ സെൻസറിലടക്കം വ്യത്യാസമുണ്ട്. ഇതിൽ 32 ഉള്ളൂ, അതിൽ നമുക്ക് 50 കിട്ടുന്നുണ്ട് വിവോൻ്റെ. അത് ഇതിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഓവറോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ X9 അല്ലെങ്കിൽ Vivo X300 നിങ്ങൾക്ക് സെക്കൻഡ്സ് കിട്ടുകയാണെങ്കിൽ ആണെങ്കിലും അത് വാങ്ങിക്കായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഈ പ്രൈസിന് പുതിയത് വാങ്ങിക്കാൻ കാട്ടും. ഇതിപ്പോൾ നിങ്ങൾക്ക് എക്സാമ്പിളായിട്ട് ഇപ്പോൾ ഈ സാധനം നിങ്ങൾക്ക് കുറച്ച് പുതിയത് കിട്ടുകയാണെങ്കിൽ ഇത് വാങ്ങിക്കാൻ മതി. കിട്ടാൻ വഴിയില്ല. X9 ആയാലും X300 ആയാലും കിട്ടാൻ വഴിയില്ല. കിട്ടുകയാണെങ്കിൽ തന്നെ വാങ്ങിച്ചാൽ മതി. പിന്നെ ഈ ലൈറ്റ് വെർഷനിലേക്ക് പോകേണ്ട ആവശ്യമില്ല. പക്ഷേ ഈ പ്രൈസിന് ഞാൻ തീരെ ജസ്റ്റിഫൈഡ് ആയിട്ടൊന്നും പറയില്ല, അതാണ് കുഴപ്പമില്ല. പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, നമുക്ക് ആ പ്രൊസസ്സർ തന്നെ നമുക്ക് 50,000-55,000 രൂപയ്ക്ക് കിട്ടുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 8 Gen 5 എൻ്റെ കയ്യിൽ സിഗ്നേച്ചർ ഉണ്ടായിരുന്നു, ഞാനിപ്പോൾ സെൽ ഔട്ട് ചെയ്തത്. അപ്പോൾ അതിൻ്റെ പെർഫോമൻസ് ഒക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും. അപ്പോൾ ആ സാധനമാണ് നമുക്ക് 79,000 രൂപയ്ക്ക് ഇവിടെ വിവോ കൊടുക്കുന്നത്. അപ്പോൾ അത് തീരെ ജസ്റ്റിഫൈഡ് അല്ല. 10, 20,000, 25,000 രൂപയ്ക്കാണ് ഡിഫറൻസ് വന്നിരിക്കുന്നത്. അപ്പോൾ ക്യാമറയും ഓൾമോസ്റ്റ് നമ്മുടെ X200 FE X200 FE അതിൻ്റെയും ഓൾമോസ്റ്റ് സിമിലർ പെർഫോമൻസ് ഒക്കെയാണ് കിട്ടുന്നത് X300 FE ഒക്കെ. അപ്പോൾ ആ പ്രൈസിന് തീരെ ജസ്റ്റിഫൈഡ് അല്ല, അതുകൊണ്ടാണ്. പിന്നെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് എനിക്ക് തോന്നുന്ന ബെറ്റർ ഇതേപോലെ സെക്കൻഡ്സ് എന്താ പറയുക നല്ല പീസ് X9 അല്ലെങ്കിൽ X300 ഇട്ട് വാങ്ങിക്കായിരിക്കും നല്ലത് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ. നമ്മുടെ പുതിയ ചാനലാണ്, സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട. എന്തെങ്കിലും സംശയങ്ങളൊക്കെ എന്നെ കമൻറ്റ് ചെയ്താൽ മതി. നമ്മളെല്ലാ കൗണ്ടർ പോകുന്നതാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാൻ എൻ്റെ പേര് അജയ്, ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റ് ആണ്. നമ്മൾ ടെക് ഫിനാൻസ് എക്സ്പീരിയൻസ് ആണ്, ക്വാളിഫൈഡ് ആണ് കേട്ടോ. നമ്മുടെ വെബ്സൈറ്റ് നോക്കാൻ മറക്കണ്ട, ajay.banksupport.in. നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ്സും ബാലൻസ് ഒക്കെ ഈസി ആയിട്ട് തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റും. വൈൻഡപ്പ് ചെയ്താലോ, അടുത്ത വീഡിയോ കാണാം.